ഇത് ശരിയാവില്ല കേട്ടോ. എന്താടേ അച്ഛാ അതെ, ഞങ്ങള് റോട്ടിൽ കൂടെ വരുന്ന വഴിക്ക് ഏതോ ഒരുത്തൻ കൊടവയറൻ പാല് വീട്ടിലില്ലേന്ന്. ആണോ? എനിക്ക് ഇപ്പൊ ഈയിടെ കുറച്ച് വേറെ കൂടിയല്ലേ. ചേട്ടാ പരിചയമുള്ളാണൊന്നും അല്ല, ചേട്ടൻ ബോഡി ഷേമിങ് ചെയ്തിട്ടാണ് പോയത്. എവിടെ പോവാൻ? അടി ഉണ്ടാക്കാൻ പോവാ. അന്നത്തെ അടിയിൽ ഞാൻ ഇല്ലായിരുന്നു. ഞാനും ഉണ്ടായില്ല, മിണ്ടാ ചോദിച്ചേ. എന്റെ കൊച്ചെ എത്ര ഉണ്ട് നീ? ആഗ്രഹം പറയാ മര്യാദ ഇവിടെ. എന്തോന്ന് പറയാനാ, മൊട്ടവാലുവിന്റെ മോളല്ലേ, കുറച്ച് കളിപ്പാന്ന് പറയും. ഇനിയുള്ള കാലം ജീവിക്കണമെങ്കിൽ കുറച്ച് തന്റെയോടൊക്കെ വേണം ചേട്ടാ. എന്താ പ്രശ്നം? അമ്മ മിക്കവാറും ഒരു അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാ ഞാൻ പടവലത്ത് പോണേ. അമ്മാന്റെ കാര്യം എന്തിനും നടന്നിട്ടാണോ പറയണേ? എന്താ കാര്യം? അമ്മ വഴി കൂടെ പോയപ്പോഴേ ഒരുത്തൻ ഒരു അച്ഛനെ വയറും ബാലു എന്ന് വിളിച്ചമ്മ. കൊടവയറൻ ബാലു എവിടെയെന്ന്. ആണോ ബാലു എന്നൊക്കെ പറയട്ടെ, ആരോ വന്ന് വിളിച്ചിട്ട് പോയെന്ന്. പിന്നെ ഇവരൊക്കെ 100 പ്രാവശ്യം വിളിക്കുന്ന ദിവസം വേറെ പിന്നെ എന്ത് കുഴപ്പം? ആര് വിളിച്ചത്? നമുക്ക് അറിയുന്ന പയ്യന്മാരായിരിക്കും, അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ പേരൊന്നും അറിയാൻ പാടില്ല. അന്ത വഴിയൊക്കെ പോകുമ്പോ കാണാം. ഞാൻ അപ്പോഴേ ലച്ചുവിന്റെ അടുത്ത് പറഞ്ഞാണ് പിടിച്ചു നിർത്താന്ന്. ആരെ പിടിക്കുന്ന കാര്യം പറയണ? ഒരുത്തൻ ചേട്ടനെ വയറൻ ബാലു എന്ന് വിളിച്ച്. കൊടവയറൻ ബാലു. അത് കേട്ട്, അത് കറക്റ്റ് തന്നെ. ആര് വിളിച്ചാലും അളിന്ന് വയറ് കൂടി ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മളും അങ്ങനെ പലതും വിളിക്കും, നമ്മൾ കേട്ടോണ്ടിരിക്കും. എന്ന് വെച്ച് വഴി കൂടെ പോകുന്നവന് എന്റെ അച്ഛന് വയറ് കൂടുതൽ വെച്ചിട്ട് വയറ് മറന്ന് വിളിക്കാൻ പാടുമോ? അതൊന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കൂല. സമ്മതിച്ചു കൊടുക്കണ്ട. മക്കളൊരു കാര്യം ചെയ്യും, മകൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെല്ല്, അവിടെ പോയി ഉടക്കുണ്ടാക്കും, ഞങ്ങൾ പുറകെ വരാം. എന്നിട്ട് അടിയും പിടിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോലീസ് വരുമല്ല. കഴിഞ്ഞ പ്രാവശ്യം പോലീസ് വന്നിട്ട് പോയപ്പോഴത്തേക്ക് പറഞ്ഞത് നമ്മളെല്ലാം കൂടെ തൂക്കി എടുത്തോണ്ട് പോകുന്നതാണ്. നീ ചെന്നൈയിൽ പോവല്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ലച്ചു അല്ല ശിവ, എന്തോന്ന് നിനക്ക്? എന്ത് വൃത്തിയുടെ സ്വഭാവം ഇത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചാടി പുറപ്പെട്ടങ്ങ് പോവുക വഴക്കുണ്ടാക്കാനായിട്ട്. ഇത് കൊള്ളില്ലേട്ടാ, നിർത്തിക്കോണം. അല്ലേ പിന്നെ എന്താ കുഴപ്പം? അയാൾ പറഞ്ഞതില് കൊടവരമുള്ള ഒരാളെ കൊടവരാന്ന് വിളിച്ചു, എന്നെന്താ കുഴപ്പം? അത് കേട്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. ഇല്ലാത്തൊന്നുമല്ലല്ലോ പറഞ്ഞത്. എന്നല്ലേ ഈ കൊടവയറെന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ തറവാട്ടിലൊക്കെ കാർന്നമാർക്ക് എന്നാ കൊടവയറ, എന്നിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അതൊരു ആഢ്യത്താണ് അല്ലേ? അല്ലേ ബാലു? ചേച്ചി ചുമ്മാ ഈ ബോഡി ഷേമിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്യല്ലേ. നിങ്ങൾ വീട് വഴിയെ പോയ ആരോ എന്തരോ പറഞ്ഞു, നിങ്ങളത് കാര്യമാക്കണ്ട. പോട്ട് ഇന്നാളെ എന്നെ ഒരുത്തം പറഞ്ഞ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഗോതമ്പാവ് ചപ്പാത്തിക്ക് കുഴയ്ക്കൂലേ, ചെവിലെറിഞ്ഞെങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കണം. നല്ല സാധനമല്ലേ ഗോതമ്പ്? നല്ല സാധനമല്ലേ? അവൻ കഴിക്കിട്ട് ക്ഷമിക്കാനുള്ള അത്രയ്ക്ക് ക്ഷമിക്കും. പിന്നെയും ഗൗരി, ഞാൻ ഇറങ്ങിയാണ്, ചെറിയ കാര്യമാണ്. നീ എൻ്റെ പേരിൽ ചർച്ച ഒന്നും വേണ്ട. പിന്നെ അവന്മാര് പറയണ കേട്ട് റൂമിൽ കഥ അടച്ചിരിക്കാം. എൻ്റെ ദൈവമേ, ഇവിടെ ഉള്ളതേ കലിപ്പ് കൂട്ടങ്ങൾ. വന്ന് കയറിയതോ അതിൻ്റെ 10 ഇരട്ടി കലിപ്പ്. അച്ഛാ, കൊലക്കേസിലെ പ്രതിയാവാനേ എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ട് ഞാൻ കുഴിപ്പുളത്ത് പോവാ. ഇനി ആരെങ്കിലും വിളിച്ചു നോക്കിട്ട് അപ്പൊ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആടാ എന്ത് ചെയ്യാനും. ഈശ്വരാ, എന്തോന്ന് സ്വഭാവം ഇവർക്കിടയൊക്കെ? ഇതാടാ അവിടെ തൂക്കിയെടുത്തെറിഞ്ഞാ എന്താടി എന്നാ കൊടവരാതെ വിളിച്ചപ്പോഴേ പിള്ളേരെ കലിപ്പ് കണ്ട. എനിക്ക് വേണ്ടി ചാവാനൊരു തയ്യാറാണ്. അതാണ് സ്നേഹം. എനിക്കത് മതി, എനിക്ക് അത് മാത്രം മതി. അല്ലാതെ പടവലത്ത് നിന്റെ അച്ഛനും അമ്മയും പോലെ നിധി കെട്ടിപ്പിടിച്ചിരിക്കുകയല്ല. ഇതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യം എന്തുള്ളത്? ഉള്ളിലിനിപ്പോ എനിക്കറിയാം. എന്തറിഞ്ഞ്? എനിക്കത് വേണ്ട, നീ സ്നേഹം മതി, എനിക്ക് സ്നേഹം മതി. എനിക്കെന്റെ മക്കളുണ്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.